നമ്മുടെ സച്ചുകുട്ടൻ്റെ 4ാമത്തെ പിറന്നാൾ അല്ലെങ്കിൽ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷം ചെറിയ വെറൈറ്റീസ് ആണ് കേട്ടോ. അധികം കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് രാവിലെ നല്ല ഫോമിലാണ്, കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ രാവിലെ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ട്യൂഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നതാണ്. അപ്പോഴത്തേക്കും ആൾ റെഡിയായിട്ട് എഴുന്നേറ്റൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ജലദോഷം അങ്ങോട്ട് മാറിയിട്ടില്ല. ജലദോഷത്തിൻ്റെ മരുന്ന് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയാക്കി പിന്നെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ അംഗൻവാടിയിലേക്ക് വിടുകയാണ്. ഇന്ന് സച്ചുവിനെ നമ്മൾ സ്കൂളിലേക്ക് വിടുന്നില്ല. കാരണം ഉച്ചവരെ ഉള്ളൂ, 12:30 പോയി കൂട്ടേണ്ടി വരും. അപ്പോൾ ഞാൻ ഇന്ന് അംഗൻവാടി തന്നെ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് കൂട്ടാനോ അല്ലെങ്കിൽ ആരെ ഏർപ്പാടാക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് സച്ചുവിനെ കൊണ്ട് അംഗൻവാടിയിലേക്ക് പോന്നു. അപ്പോൾ വേറെയും കുഞ്ഞുങ്ങൾ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോയി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. സച്ചുവിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. പിന്നെ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പോയി വരുന്ന വഴിക്ക് ഞാൻ ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് പാല്, ബേക്കിംഗ് പൗഡർ, പിന്നെ ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ പിന്നെ ഡേറ്റ്സ്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് പരിപാടി എന്നുള്ളത്. അപ്പോൾ വൈകിട്ട് ചെറുതായിട്ട് സച്ചുവിൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ചുമ്മാ വീട്ടിൽ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ വേറെ എക്സ്പെൻസ് ഒന്നുമില്ല കേട്ടോ. ഞാനിത് കഴിഞ്ഞ തവണ, അതായത് 3ാമത്തെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച ബലൂൺസും ബാക്കി കാർഡുകളൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു, എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ വലിയ കാര്യമായിട്ടെന്ന് വെച്ചാൽ വലിയ ആർഭാടങ്ങളൊന്നുമില്ല. എന്നാൽ ഈ ഒരു ദിവസം ഓർത്തിരിക്കാൻ പാകത്തിലുള്ള ചെറിയൊരു സെറ്റപ്പ് മാത്രം, ചെറിയൊരു സംവിധാനം മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ്, മറ്റുള്ള കേക്കുകളൊന്നും സച്ചുവിന് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എപ്പോഴും എന്താ പറയുക, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കും. പിന്നെ അവൻ്റെ ബർത്ത്ഡേ ആണ്, അവൻ്റെ ദിവസമാണ്. അപ്പം നമുക്ക് ആ ദിവസം മാറി നിൽക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ഹോം മെയ്ഡ് കേക്ക് അങ്ങോട്ട് റെഡിയാക്കി എടുത്തു. അതിനുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ കേക്കിൻ്റെ വീഡിയോ പിന്നെ കാണാം. ടാറ്റാ ബൈ.